ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടുള്ള നിങ്ങളുടെ ലവറിന് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏർപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ചിന്താഗതികൾ, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 പൈൽസ് വയ്ക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു പൈല് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നത് ആ ഒരു പൈൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ സിറ്റുവേഷൻസ്. നിങ്ങൾ ആ വ്യക്തിയെ ജസ്റ്റ് ഒന്ന് മൈൻഡിലോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി. ആ വ്യക്തി ആരാണ്, ആ വ്യക്തി എന്താണ്, ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് നിങ്ങൾക്കറിയാം. ആ വ്യക്തിയുമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്ക് നോക്കാം എന്താണ് ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായി നമ്മൾ നോക്കാം. ഇതാണ് ഫസ്റ്റ് പൈൽ, ഇതാണ് സെക്കൻഡ് പൈൽ. അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ, അതായത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ്. ഓക്കെ, അങ്ങനെ ഓക്കെ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ആ വ്യക്തിക്ക് ഈ ഒരു ടൈം തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങളോടുള്ള താല്പര്യം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു കൂടുതലുള്ള താല്പര്യം എന്തെന്ന് പറയുന്നത് ഒരു മദർ എനർജി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാരിൽ ഒരു മദർ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായും ഇൻറ്റ്യൂഷൻ, നിങ്ങളെക്കുറിച്ച് കൂടുതലും അവർ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ. പക്ഷേ കുറേ പ്രശ്നങ്ങളാൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്തെന്ന് പറയുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ടും കെയർ ചെയ്യും. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഈ വ്യക്തി തരാൻ നിങ്ങൾക്ക് തയ്യാറാണ്. നിങ്ങളുമായിട്ടുള്ളൊരു കുടുംബ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു ലവ് റിലേഷൻ ഭയങ്കരമായും ബ്യൂട്ടിഫുള്ളായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു ജന്മത്തിലെ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ കുറേ അധികം പ്രശ്നങ്ങൾ, കുറേ അധികം റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസ്, കുറേ അധികം സിറ്റുവേഷൻസ് ഉണ്ടായെങ്കിൽ പോലും ആ വ്യക്തിയുടെ നെഗറ്റിവിറ്റീസൊക്കെ മാറ്റി നിർത്തി ആ വ്യക്തിയുടെ സോളിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും പ്യുവറായിട്ടുള്ളൊരു സോളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോൾ കണക്ഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ട് സോൾ നിങ്ങളായിരിക്കാം ആ വ്യക്തിയുടെ അടുത്ത് മേ ബി യൂണിവേഴ്സലായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടു തന്നൊരു വ്യക്തിയായിരിക്കാം. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം സ്പിരിച്വാലിറ്റി പരമായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള മെച്ചങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ ഒരു മദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മദർ എനർജി ഉള്ളൊരു വ്യക്തിയായിരിക്കാം, ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ രണ്ട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ വൈഫായിരിക്കാം, അല്ലെങ്കിൽ വൈഫാവാൻ ചാൻസ് ഉള്ള വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു മകനെ തരാൻ വേണ്ടി പ്രായമായിട്ടുള്ളൊരു ബോയ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതൊരു മദർ എനർജി, ഒരു ഫെമിനിൻ എനർജി ആയിട്ട് ഭയങ്കര ആണായാലും പെണ്ണായാലും, ഈ വീഡിയോ കാണുന്ന ആണായാലും പെണ്ണായാലും ഫെമിനിൻ എനർജി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേ കണക്ക് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം പ്രശ്നങ്ങൾ, കുറച്ചധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇഷ്യൂസ് ആയിരിക്കാം തേർഡ് പാർട്ടി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റിവിറ്റീസ് ആയിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. നെഗറ്റിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രകൃതിപരമായി നിങ്ങൾക്കുണ്ടായിരുന്ന കാർമിക് സിറ്റുവേഷൻ ആയിരിക്കും, കാർമിക് ലൂപ്പ് ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നതായിരിക്കും. കാരണം ഈ വ്യക്തി നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളിലോട്ട് വരാൻ വേണ്ടി വിഷമിച്ചാണ് നിൽക്കുന്നത്. ഈ ഒരു ടൈമിൽ ഈ വ്യക്തി ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട്.
സംഭവം ഈ വ്യക്തി ഭയങ്കര സ്ട്രോങ് എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ സംഭവം ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ളൊരു ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത ഭയങ്കരമായിട്ട് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ലേഡി ആണെങ്കിലും ബോയ് ആണെങ്കിൽ എങ്കിൽ പോലും നിങ്ങളെ മുന്നിൽ വരുന്ന സമയത്ത് ഈ വ്യക്തി പക്ക ജെനുവിൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ക ജെനുവിൻ. കുറേ അധികം ആൾക്കാരുടെ ആയിട്ടാണ് ഞാൻ പറയുന്നത്. കുറേ അധികം ആൾക്കാർ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് കറക്റ്റ് സംഭവം. നിങ്ങൾക്കത് റിലേറ്റഡ് ആവും. നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ റീഡിംഗ് ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുക. ഓക്കെ, അപ്പം മേക്ക് പ്ലാൻസ്. മേ ബി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി പ്ലാൻ ചെയ്യും. നിങ്ങൾ തമ്മിലുള്ള ഒരു ടൂറ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു യാത്ര, ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറേയധികം തിങ്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, കുറേയധികം എന്താ പറയുക ഒരു ടാറ്റൂസ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ടാറ്റു കളർ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചധികം സെക്ഷലി ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. മേ ബി നിങ്ങൾക്ക് തോന്നിക്കാണും, സെക്ഷലി നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും ആ വ്യക്തി ഭയങ്കരമായിട്ട് സെക്ഷലി നിങ്ങളോട് അഡിക്ഷൻ ഉണ്ടാവുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഹെയറിന് എന്തൊരു ഭയങ്കര വാല്യൂ, അല്ലെങ്കിൽ ഹെയറിന് ഒരു ഭയങ്കര പ്രത്യേകത ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ണിന് എന്തൊരു പ്രത്യേകത ഉള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയം നിങ്ങളോട് ആ വ്യക്തിക്ക് പൊരുതി നിൽക്കാൻ താല്പര്യം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മെസ്സേജ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര വിഷമം ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തിയുടെ സോളിന് ഭയങ്കര വിഷമമുണ്ട്. നിങ്ങളടുത്ത് പൊരുതുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഒരു വിഷമം ഉണ്ടാകുന്നൊരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത്. ഒരു ചങ്ങലയിൽ അല്ലെങ്കിൽ ഒരു ലൂപ്പിൽ, ഈ ഒരു വ്യക്തിയുടെ ഒരു ലൂപ്പിൽ നിങ്ങൾ പെട്ടുപോയി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു എനർജിയിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും എരിഞ്ഞ് ആ വ്യക്തിയിലോട്ട് എനർജി പാസ് ചെയ്തതിൻ്റെ ബലമല്ല. പക്ഷേ ജെന്യുവൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആയാലും കുറേ അധികം സിറ്റുവേഷൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറേ അധികം ആൾക്കാരുടെ കുറേ അധികം ഇത് കഴിഞ്ഞ് ഈ ഒരു എനർജി കഴിഞ്ഞ് നമ്മൾ വേറൊരു എനർജിയോട്ട് കയറുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ആൾ ചേഞ്ച് ആവുന്നൊരു ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില സമയത്ത് ആവശ്യങ്ങൾ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ എനർജി മാറും തോറും, ഇപ്പം ഈ രണ്ട് കാർഡ് എടുത്ത കണക്കത്തെ എനർജി ആയിരിക്കത്തില്ല നമ്മൾ ഈ കാർഡ് എടുക്കുമ്പോൾ വരുന്നൊരു സിറ്റുവേഷൻ. അത് എനർജി മാറും, ട്രാൻസ്ഫർമേഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് എനർജിയും അല്ലെങ്കിൽ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ആ ഒരു എനർജി എന്നാലും അടുത്ത കാർഡ് എടുക്കുമ്പോഴത്തേക്കും മേ ബി എനർജി ട്രാൻസ്ഫർമേഷൻ ആവും. ഒരു വ്യക്തി ആയിരിക്കത്തില്ല, ചിലപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ മാജിക്. ഓക്കെ, കാറ്റ് പോലെ പാറിക്കൊണ്ടിരിക്കും. അതായത് ഏത് ദിശയിലോട്ട് വീശണം എന്ന് ആ വ്യക്തി ഭയങ്കരമായിട്ടും അറിയാം. അല്ലെങ്കിൽ മെറ്റീരിയൽ ലൈഫിൽ ഭയങ്കരമായിട്ടും പൈസ ആയിരിക്കും, ഫിനാൻഷ്യൽ ആയിരിക്കും ഇവർക്ക് കൂടുതൽ നിങ്ങളിൽ നിന്നും കിട്ടാൻ ആവശ്യം. ഫിനാൻഷ്യൽ മെറ്റീരിയൽ ലൈഫിൽ ഭയങ്കരമായിട്ടും പ്രോസ്പെരിറ്റി ഉണ്ടാവണം. ഫിനാൻഷ്യൽ ഇഷ്ടപ്പെടും, നിങ്ങളെക്കാളും ഫിനാൻഷ്യൽ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റും. നിങ്ങളെന്ന് കുറേയധികം പൈസ ചോദിക്കുക, കുറേയധികം കടം വാങ്ങുക, എന്നിട്ട് ഈ വ്യക്തി അടിച്ചു പൊളിച്ച് നടക്കുക, അങ്ങനത്തേക്കുള്ളൊരു ഡെവിളിഷ് ക്യാരക്ടറായിട്ട് കുറേയധികം ആൾക്കാരുടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു ഫാൻറ്റസി വേൾഡിൽ ജീവിച്ചിട്ട് നന്നായിട്ട് ജീവിച്ച് ബാക്കിയുള്ളവരെ പോലെ കടം മേടിച്ച് അങ്ങനെ പൈസ ഉണ്ടാക്കി ജീവിച്ചു പോവുക എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇതിൽ കുറേ പേര് അധികം ആൾക്കാർക്ക് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും എന്താ പറയുക ഒരു എനർജിയൊക്കെ നിങ്ങളെന്ന് യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നൊരു വ്യക്തിയായിട്ടും കുറേ അധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കുറച്ചധികം ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഈ വ്യക്തിയുടെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ എന്തും ചെയ്യും. ഈ വ്യക്തിയുടെ വിജയം എന്താണോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ താല്പര്യം എന്താണോ, ആ വ്യക്തിയുടെ ഒരു ഹോണർ, ഇന്നർ വോയിസ് എന്ത് പറയുന്നു, ഹോണറായിട്ട് പെരുമാറും. അതായത് ആ വ്യക്തിക്ക് എന്താണോ ആവശ്യം, ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് എന്താണോ, ആ വ്യക്തി ക്രൂവലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും പ്രാവുക, അല്ലെങ്കിൽ കണ്ണ് കമ്പയർ, നമ്മൾ കുറച്ച് മെച്ചപ്പെട്ട ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്ത് കാണാം. നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ള കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഫുൾ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞതിന് ശേഷമായിരിക്കും റിട്ടേൺ നിങ്ങൾ വിടാനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണാം. കുറേയധികം രഹസ്യങ്ങൾ, കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തന്നാണ് ഈ വ്യക്തിനെ കുറിച്ച്. അതായത് ചില ആൾക്കാർക്ക് വൃത്തിയില്ലായ്മ, എന്താ പറയുക ഒരു ഒന്നിനോടൊരു താല്പര്യമില്ലായ്മ, നിങ്ങളെ കോൾ എടുക്കാതിരിക്കുക, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കുറച്ചധികം, അതായത് നിങ്ങളെ ഒന്നും കെയർ ചെയ്യാത്തൊരു സിറ്റുവേഷൻ, നിങ്ങളോടൊരു താല്പര്യമില്ലായ്മ, നിങ്ങളോട് തൊട്ടും ഒരു ഇഷ്ടമില്ലാത്തൊരു സിറ്റുവേഷൻ, അങ്ങനെ ആയിട്ടൊക്കെ കുറേയധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ചില ആൾക്കാരുടെ ഈ ഒരു എനർജിയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക്
പൂർണ്ണമായിട്ടും ഇതിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളായിരിക്കണം ഇതിൽ കാരണക്കാരൻ, അല്ലെങ്കിൽ കാരണക്കാരി. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളായിരിക്കണം കാരണക്കാരി. ഓക്കെ, ചില സംഭവങ്ങളിൽ. കാരണം ഈ ഒരു വ്യക്തിയുടെ സോൾ, അല്ലെങ്കിൽ ഒരു സോൾ ട്രാൻസാക്ഷൻ, നിങ്ങൾ കാരണം ഒരു സമയത്ത് നിങ്ങളെ കൂടെ നിന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് ഡീപ്ലി കണക്ഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഇഷ്ടം നിങ്ങളടുത്ത് കൂടി നിന്ന സമയത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയെ റിയലൈസ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു താല്പര്യമില്ലായ്മ ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പാഷൻ തന്നെ നിങ്ങളായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പാഷൻ എല്ലാം നിങ്ങളായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സമയത്ത് തോന്നില്ല. ഈ വ്യക്തി കൈ വിട്ടു പോയ സമയത്താണ് നിങ്ങൾ ഈ വ്യക്തിയെ പ്രണയിക്കാൻ തുടങ്ങിയത്. ആ സമയം തൊട്ട് നിങ്ങൾക്ക് വരുന്നത് അടികളാണ്. അവർ റിയലൈസ്, നിങ്ങൾ എനർജി അങ്ങോട്ട് പാസ് ചെയ്ത സമയം തൊട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ആ വ്യക്തി ഭയങ്കര ജെന്യൂനായിട്ട്, കുറേ അധികം ആൾക്കാർ ജെന്യൂനായിട്ട് കാണാൻ പറ്റും, നല്ല ഫേസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ജെന്യൂൻ വ്യക്തികളായിട്ട് കുറേ അധികം ആൾക്കാർ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളടുത്ത് ഇപ്പോൾ ഈ ഒരു ടൈമിൽ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെയാണോ നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു വ്യക്തി നിങ്ങളടുത്ത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ നീഡ്സ് മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ടൈമിൽ ആവശ്യം, ഞാൻ നിൻ്റെ കൂടെ വരാൻ, അല്ലെങ്കിൽ നിൻ്റെ കൂടെ കൈപിടിച്ച് നടക്കണം, അല്ലെങ്കിൽ നീ എനിക്ക് തന്നതിൻ്റെ അത്ര ഒരു ഫീലിങ്സ് വേറെ ആരും എനിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സംഭവം പറയുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് അത്രയും ജെന്യൂൻ ആയിട്ട് നിന്നൊരു ടൈം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ട് നിന്നൊരു സിറ്റുവേഷൻ ആയിട്ടും കുറേ അധികം ആൾക്കാർ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സലായിട്ട് നിങ്ങളുടെ ടൈമിൽ ഈ ഒരു ടൈം നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈംസ് കണ്ടെത്തി, നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം, നിങ്ങൾക്ക് മെച്ചമുണ്ടാകുന്ന കാര്യങ്ങളോട്ട് കടന്നതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിലോട്ടൊക്കെ പോയതിന് ശേഷം മാത്രമാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ കാരണം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പാസ്റ്റ് ലൈഫിലുള്ള കണക്ഷൻ. നിങ്ങൾ തമ്മിൽ ഏതോ ഒരു ജന്മത്തിൽ ഉണ്ടാകുന്ന കർമ്മയും കാര്യങ്ങളും തീർത്ത് വന്നതിന് ശേഷം, ഏതോ ഒരു പാട്ടുണ്ട്, ഏതോ ജന്മത്തിന് കടങ്ങൾ വീട്ടാനായി നീ വന്നു, ഇന്നെൻ്റെ ആത്മാവിൽ തുളുമ്പും സംഗീതം നീ എന്ന് പറഞ്ഞൊരു പാട്ട്. കാരണം ആ ഒരു പോയിന്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോൾ കോൺട്രാക്റ്റ് എടുത്ത് വന്ന രണ്ട് വ്യക്തികൾ, അല്ലെങ്കിൽ സോൾ കോൺട്രാക്ഷൻ ആയിട്ട് വന്ന രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പല വഴിക്ക്, പല രീതിക്ക്, പല സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്കതൊന്നും കണക്റ്റഡ് ആവുന്നില്ല. നിങ്ങളൊരു ബ്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു എപ്പോഴും ഒരു ഡിപ്പെൻഡൻസിയാണ്, ഒരു ഡിപ്പെൻഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എല്ലാത്തിലും ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്, എല്ലാത്തിനും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്, ഡിപ്പെൻഡൻസി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, എല്ലാത്തിനും ഒരു ഡിപ്പെൻഡൻസി കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയോ എന്താ പറയുക, ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പ്യൂർലി നിങ്ങളായി നിൽക്കുന്ന സമയത്ത് മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരത്തുള്ളൂ. ഓക്കെ, കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പല രീതിക്ക് ഫാമിലി പ്രോബ്ലംസ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു നെഗറ്റീവ് സൈറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. നെഗറ്റീവ്സ് ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. നെഗറ്റീവ് എഫക്റ്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നെഗറ്റീവ് എഫക്റ്റ് ഇല്ല, കാരണം ഒന്ന് രണ്ട് ഈഗോസും കാര്യങ്ങളും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഈഗോസ് ഉണ്ടാകുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ വേറൊരു നെഗറ്റിവിറ്റി എന്നുള്ളൊരു സംഭവം കാണാൻ പറ്റുന്നില്ല. പക്ക ഫ്യൂച്ചറായിട്ടും കാണാൻ പറ്റും. ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, കർമ്മ ഈസ് എ ബൂമറാങ്. നിങ്ങൾക്കത് പല രീതിക്കായിട്ടായിരിക്കും വരുന്നത്. ഇത് പാമ്പായും പല്ലിയായും പൂച്ചയായും ഒക്കെ വരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ടൈം, ഈ ഒരു വ്യക്തി നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാലിറ്റി ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിവൈൻ കണക്ഷനിൽ നിന്നും പോകുന്ന ഒരു ഡിവൈൻ കണക്ഷനിൽ നിന്നും പല രീതിക്കുള്ള സിറ്റുവേഷൻസിൽ പോകുന്ന നിങ്ങളെ ഒറ്റ വേരായിട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു ഡിപ്പെൻഡൻസി അല്ലാത്തൊരു വ്യക്തിയായി നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സോൺ കോൺട്രാക്റ്റ് എടുത്ത് നിങ്ങളെ ഇതിലോട്ട് കൊണ്ടുവന്നതായിരിക്കും. നിങ്ങളെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം ആയിട്ട് നമുക്ക് പറയാനുള്ളത്. സീരീസിൽ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഡിവൈൻ കണക്ഷൻ, നിങ്ങൾക്ക് ഈ സ്പിരിച്വൽ, നിങ്ങൾ പാസ്റ്റ് ലൈഫിലുള്ള പക്ക കണക്ഷനുള്ള ആൾക്കാരായിട്ട് കാർമിക് സിറ്റുവേഷനായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം
ബിസിനസ്സുമായിട്ട് വന്നിട്ട് റിലേഷൻഷിപ്പിലായ വ്യക്തികളുണ്ടായിരിക്കാം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇട്ട് തരാൻ വേണ്ടിയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ എന്താ പറയുക, കള്ളത്തരങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് പറഞ്ഞ് നിങ്ങളെ അടിച്ചേൽപ്പിച്ച് ഇതിൻ്റെ അകത്ത് ഈ ഒരു ലൂപ്പിൽ കൊണ്ടിടുക, അങ്ങനത്തെ ഉള്ള കുറേയധികം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടായിരിക്കാം. അപ്പോൾ ഇറ്റ്സ് എ റിയാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേൺ ഫ്രം ദ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് കുറേ സ്പിരിച്വൽ എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്രൗൺ ചക്ര, അതേപോലെ തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്കുണ്ടാകുന്ന സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് കാർമിക് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ അധികം സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മായ്ച്ച് കളയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കുറേ അധികം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും മായ്ച്ച് കളയാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മായ്ച്ച് കളയാവുന്നതാണ്. അതുകണക്ക് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല, വേറെ സിറ്റുവേഷൻസോ കാര്യങ്ങളോ. അല്ലെങ്കിൽ ലേൺ ഫ്രം എക്സ്പീരിയൻസ്. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ അറിയേണ്ട കാര്യം ആയതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്. അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷൻ, ആ ഒരു ടൈം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്. ഓക്കെ, അപ്പം എല്ലാവർക്കും വളരെയധികം താങ്ക് യു. ഈ ഒരു വീഡിയോ കണ്ട ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത എല്ലാ സോളിനും എൻ്റെ പേരിലും എൻ്റെ സോളിൻ്റെ പേരിലും ഡിവൈൻ്റെ പേരിലും യൂണിവേഴ്സൽ ഓൾ എലമെൻറ്റ്സിൻ്റെ പേരിലും താങ്ക് യു. ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് രണ്ടാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ഒക്കെ റീഡിംഗ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം സെക്കൻഡ് പൈൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങൾക്ക് എത്ര നോക്കിയിട്ടും അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. എത്ര നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടും ചില പ്രശ്നങ്ങൾ അടയ്ക്കാൻ പറ്റുന്നില്ല, ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല, ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മായ്ക്കാൻ പറ്റുന്നില്ല, ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ അത് അടയ്ക്കണം, എങ്ങനെ ആ ഡോർ ക്ലോസ് ചെയ്യണം, എങ്ങനെ ഇതിൽ നിന്ന് ഇറങ്ങണം എന്നറിഞ്ഞൂടാത്ത കുറേയധികം സിറ്റുവേഷൻസ് ഉണ്ട്. കുറേയധികം പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് മേലും പ്രശ്നങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത് വല്ല പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത് കുറച്ചധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും കുറേയധികം ട്രോമാസ്, റിലേഷൻഷിപ്പിൽ കിട്ടിയ കുറേയധികം ട്രോമാസ്, റിലേഷൻഷിപ്പിൽ കിട്ടിയ കുറേയധികം പ്രശ്നങ്ങൾ, എന്താ പറയുക, ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായി പോലുള്ളൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേയധികം പ്രശ്നങ്ങൾ, അടിയൊക്കെ കിട്ടിയിട്ടുള്ള കുറേയധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഹസ്ബൻഡിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്. അതായത് കുറേയധികം പ്രശ്നങ്ങളായിട്ടുള്ള കുറേയധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ലൈഫ് ഫുൾ എന്താ ഒരു ഭയങ്കര ഒരു ഡാർക്ക് സിറ്റുവേഷനിലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്കിത് കുറേ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം കുറേയധികം ആൾക്കാർ. അധികം ആൾക്കാർ എന്താ പറയുക, നിങ്ങളുടെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു റിലേഷൻ ഉണ്ടാവുമായിരുന്നു. പക്ഷേ എന്തൊക്കെയോ വിധിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, എന്തൊക്കെയോ ഇഷ്യൂസ് കൊണ്ട്, എന്തൊക്കെയോ ഫാമിലി പ്രോബ്ലംസ് കൊണ്ട് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായി നിൽക്കുന്ന കുറേയധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്തായാലും റീഡിങ്ങിലോട്ട് പോവാം. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലാണ് നമ്മൾ ആദ്യമായിട്ട് പോകാൻ പോകുന്നത്. സെക്കൻഡ് പൈൽ, ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തതാണ്. ഇത് സെക്കൻഡ് പൈൽ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് എന്ന് പറയുന്നത്, നിങ്ങൾ ഭയങ്കരമായിട്ടും തളർന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇനി ഒന്നിനോടൊരു താല്പര്യമില്ല, എല്ലാം നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ കുറേയധികം വിട്ടു, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ആഗ്രഹിച്ച ആരാണോ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് ബ്ലെസ്സിങ്സ് തരാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി, എല്ലാ രീതിയിലുള്ള ബ്ലെസ്സിങ്സ്, നിങ്ങളൊരു പെട്ടുപോയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രശ്നത്തിൽ നിന്ന് പോയ സമയത്ത് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി വന്നൊരു വ്യക്തിയായിരിക്കാം. ഒരു ഹീലർ ആയിരിക്കാം. ഈ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു കൈയുള്ളൊരു വ്യക്തിയായിരിക്കാം ആ ഒരു വ്യക്തി.
നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു, അല്ലെങ്കിൽ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻ ഈ ഒരു ടൈമിൽ നിങ്ങൾ നിന്ന സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന വ്യക്തിയായിരിക്കും. കുറേയധികം പ്രശ്നങ്ങൾ നിന്ന സമയം ഇപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. കുറേയധികം ആൾക്കാർക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം വ്യക്തികൾക്ക് ഈ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല. ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. വല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ എവിടെ വെച്ച് എന്ത് ചെയ്താലും നമുക്കത് കൂട്ടി യോജിപ്പിക്കും, അല്ലെങ്കിൽ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ. കുറേയധികം പ്രശ്നങ്ങളും ട്രോമാസും കുറേ സിറ്റുവേഷൻസുമായിട്ട് നമുക്ക് എന്താ പറയുക, ലൈഫിൽ കുറേയധികം പ്രശ്നങ്ങൾ, ഫിനാൻഷ്യലി കുറേയധികം പ്രശ്നങ്ങൾ, ഫ്യൂച്ചറിൽ കുറേയധികം പ്രശ്നങ്ങൾ, മക്കളപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുറേയധികം പ്രശ്നങ്ങളായിട്ടുള്ള ആൾക്കാരെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതായത് നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ വ്യക്തികളെ എത്ര പറഞ്ഞു കൊടുത്താലും ഐ തിങ്ക് മനസ്സിലാവത്തില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ കറൻ്റ് പറയുന്നത് നിങ്ങളുടെ സിറ്റുവേഷനാണ് പറയുന്നത്. കാരണം എത്ര നിങ്ങളെ ഉപദേശിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ എത്ര തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിയലൈസ് ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ പറ്റുമോന്നൊന്നും. നിങ്ങളെ ഉപദേശിക്കുക അല്ലെങ്കിൽ നിങ്ങളെ നന്നാക്കാൻ വരുന്ന ഒരു വ്യക്തിക്ക് പണിയായിട്ടാണ് നിൽക്കുന്നൊരു മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഒരു നെഗറ്റീവ് എനർജി, ഒരു നെഗറ്റീവിൻ്റെ എന്തോ ഒരു സംഭവം ഉള്ളതായിരിക്കാം, ഒരു എനർജി ആയിരിക്കാം, നിങ്ങളുടെ ചിന്താഗതി ആയിരിക്കാം, നിങ്ങളുടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും. മേ ബി നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം, ഈ ഒരു ടൈമിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇങ്ങനെ നിങ്ങളെ കൊണ്ട് നിർത്തുന്നത്. ഓക്കെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് കൂടുതലും പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു നിങ്ങൾക്ക് പാമ്പിനെ അറിയാം. പാമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ഈ പാമ്പിനെ നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഷീൽഡ് പൊളിച്ചിട്ട് വേറൊരു പാമ്പായിട്ട് മാറും, വേറൊരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട്. എല്ലാവർക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് നമ്മളേതായ സ്റ്റാൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, നമ്മളെ ഓൾഡ് സ്കിന്ന് നമുക്ക് മാറ്റാൻ പറ്റും, ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. അത് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മൈൻഡിൽ, അത് മനുഷ്യന് കൂടുതലും ചെയ്യാൻ പറ്റും. കാരണം പാമ്പിനൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, ശരീരത്തിൽ നിന്ന് എടുത്ത് കളയാൻ മാത്രമല്ല, മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ, പകയിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റത്തില്ല. അപ്പം നമുക്കത് മൈൻഡിൽ നിന്നും ഒക്കെ എടുത്ത് കളയാൻ പറ്റും. അപ്പം നിങ്ങൾ കൂടുതലും റിയലൈസ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഐ തിങ്ക് എന്തൊക്കെയോ നെഗറ്റിവിറ്റീസ്, കണ്ണിറക്കാൻ അങ്ങനെയൊക്കെ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചധികം റിലാക്സേഷൻ ഉണ്ടാവും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം അതങ്ങനെയാണ്. ഓക്കെ, അപ്പം ഓൾഡ് സ്കിൻ അല്ലെങ്കിൽ ഓൾഡ് ഇതെടുത്ത് മാറ്റാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, നിങ്ങളെ കയ്യിലൊരു മന്ത്രവടി ഉണ്ട്, പക്ഷേ അത് നിങ്ങളത് യൂസ് ചെയ്യാത്തതാണോ അല്ലെങ്കിൽ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണോ. നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയാസൊക്കെ ഉണ്ട്. ഐ തിങ്ക് എനിക്കിവിടെ കാണാൻ പറ്റുന്ന കുറേയധികം ലേഡീസിനെ കാണാൻ പറ്റുന്നുണ്ട്, ബോയ്സിനെ കാണാൻ പറ്റും, കുറേയധികം എനർജീസിനെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലായിരിക്കും ട്രോമാസ് ആയിരിക്കാം, അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മെച്ചപ്പെട്ട സിറ്റുവേഷനിലോട്ട് പോകാം. ഭയങ്കരമായിട്ടുള്ള ദൈവവിശ്വാസമുള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ദൈവങ്ങളെ ആരാധിക്കുക അങ്ങനത്തേക്കുള്ളൊരു എനർജി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഭയങ്കര ഭക്തയായിട്ട് കാണാൻ പറ്റുന്നു, അമ്പലത്തിലൊക്കെ ഭയങ്കരമായിട്ട് പോയി എല്ലാ പൂജകളും കഴിക്കുക, അങ്ങനെയൊക്കെ കുറേയധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിലെ ക്രിയേറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ആ ഒരു മാന്ത്രിക വഴി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പെരുന്തച്ഛന് കൊടുത്ത പോലെ ഒരു ഉള്ളി നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് നിങ്ങളുടെ റിലേഷനിലോട്ട് പോകാം. റിലേഷൻ ബേസിൽ നമുക്ക് ഞാൻ ജസ്റ്റ് ഇത് എടുത്തപ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു എനർജി ഉണ്ടപ്പോൾ ഞാൻ എടുത്തതേ ഉള്ളൂ. ഓക്കെ, ഐ തിങ്ക് നിങ്ങളെ കുറേയധികം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, കുറേയധികം പ്രശ്നങ്ങൾ, മേ ബി നിങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാൻ വയ്യ, കുറേയധികം പ്രശ്നങ്ങൾ, കുറേയധികം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ വ്യക്തി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, നിങ്ങൾക്ക് തെളിഞ്ഞു വരും, ഓരോരോ കാര്യങ്ങളായിട്ടും നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്ന സമയമാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. പക്ഷേ കാർമിക് സിറ്റുവേഷൻസ്, പ്രശ്നങ്ങൾ, കുറേയധികം റിലേഷൻഷിപ്പിലുണ്ടാവുന്ന ട്രോമാസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതൊരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ആണെന്ന് പറയാൻ പറ്റിയാൽ പോലും നിങ്ങളായിട്ട് വരുത്തി വെച്ചൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേയധികം ആൾക്കാർക്ക് നിങ്ങളായിട്ടും വരുത്തി വെച്ചൊരു പ്രശ്നമായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. സെക്സ് റിലേഷൻഷിപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഒരു അനദർ റിലേഷൻഷിപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നിങ്ങളടുത്ത് സ്നേഹം നടിച്ച് നിങ്ങളിൽ നിന്നെല്ലാം ഊറ്റിയെടുത്തുകൊണ്ട് പോകുന്നൊരു വ്യക്തിയായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ നല്ലതായിട്ട് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി, നന്നായിട്ട് പ്യുവർലി ജെനുവിൻ ആയിട്ടിരുന്നൊരു വ്യക്തി, നിങ്ങളല്ലാതെ ആക്കിയ ഒരു സംഭവം, അല്ലെങ്കിൽ നിങ്ങളല്ലാതാക്കിയ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ചിറകിനെ പറിച്ചു കൊണ്ട് പോയിട്ടില്ല, ഒടിച്ചു വെച്ചു.
അതാണ് ഏറ്റവും വലിയ. പറിച്ചുകൊണ്ട് പോരുന്നെങ്കിലും കുഴപ്പമില്ല, ഒടിച്ചു വെച്ചു, പറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് എനിക്കിവിടെ. അപ്പം നിങ്ങൾ ഈ ഒരു ടൈം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ പാഷൻ എന്താണോ, ബിസിനസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ ആയിരിക്കാം, ഫിലിം ആയിരിക്കാം, ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരിക്കാം, ഹോട്ടലായിരിക്കാം, ഫുഡായിരിക്കാം, എന്തുമായിരിക്കാം, അതിലോട്ട് കൂടുതലും ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന എന്തിലാണ് നിങ്ങൾക്ക് ബിസി ആവാൻ പറ്റുന്നത് ആ ഒരു കാര്യത്തിലോട്ട് മാക്സിമം ബിസി ആവാൻ വേണ്ടി നോക്കുക. അതാണ് ഈ കൂടുതലും പറയാനുള്ളത്. ഒരു അൾട്ടിമേറ്റ് എനർജി നിങ്ങളടുത്തോട്ട് നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു അൺലോഡ്, നിങ്ങൾക്കറിയാത്തൊരു ലോക്ക്, അല്ലെങ്കിൽ അറിഞ്ഞൂടാത്തൊരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളെ സംരക്ഷിക്കാൻ വരുന്നതായിട്ടും ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഈ ഒരു റിലേഷനിൽ നിന്നും നിങ്ങൾ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഇത് കാർഡ് റീഡിങ് എടുത്ത്, അല്ലെങ്കിൽ നമുക്കൊരു ഈ പറയുന്ന വെറ്റിൽ റീഡിങ്, അങ്ങനത്തെ നമുക്ക് റീഡിങ് എടുത്തിട്ട് നമുക്ക് ആൻസിസ്റ്റേഴ്സിനെ ചോദിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ചെയ്തു തരുന്നത് നമ്മൾ ഈ പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഇന്നർ വോയിസ് പറയും എന്താണ് സത്യം, എന്താണ് നിജം എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് വരുന്നത്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള നീഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിവൈൻ സപ്പോർട്ട് വരുന്ന വെളിയിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങളെ എവിടെ നിന്നോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ഓപ്പോസിറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതലധികം ആൾക്കാരും റിയലൈസ് ചെയ്യുക, നിങ്ങളെ വെച്ച് യൂസ് ചെയ്യുന്നതായിരിക്കാം. ഐ തിങ്ക് നിങ്ങളെ ഭയങ്കരമായിട്ടും ഒരു നെഗറ്റീവിൽ കൊണ്ടിട്ടിട്ട് ആ വ്യക്തി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതായിരിക്കാം. അങ്ങനത്തെയുള്ള ക്രൂക്കട്ട് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കാം. അപ്പം അത് നിങ്ങൾ മാക്സിമം നോക്കാൻ വേണ്ടി നിൽക്കുക. മേ ബി ആ വ്യക്തിക്ക് അറിയുന്ന വ്യക്തികളായിരിക്കാം, അറിയാത്ത വ്യക്തികളായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ടൈം കൊടുത്തു, ശരീരം കൊടുത്തു, നിങ്ങൾക്ക് എന്താ പറയുക, എനർജി കൊടുത്തു, മനസ്സ് കൊടുത്തു. ഇതൊക്കെ കൊടുത്തപ്പോഴത്തേക്കും ആ വ്യക്തി റിയലൈസ് ചെയ്യുന്നില്ല. കുറേ അധികം ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല, അത് എന്താണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആ വ്യക്തിയുടെ എന്താ പറയുക, നിങ്ങളുടെ മനസ്സ് കൊടുത്തുപോയി, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. കാരണം ആ വ്യക്തിയുടെ ചിന്താഗതി അങ്ങനെ ആയിരിക്കാം, ബിസിനസ് മൈൻഡ് ആയിരിക്കാം, അങ്ങനത്തെ ഒരു മൈൻഡായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ സെക്കൻഡ് ബൈൽ എനിക്ക് ഇതാണ് കൂടുതലധികം ആൾക്കാരായിട്ട് എനിക്കിവിടെ കണക്റ്റഡ് ആവുന്നത്, ഇങ്ങനത്തുള്ള സംഭവങ്ങളാണ് കണക്റ്റഡ് ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇതിന് പുറമെ ആർക്കാനും പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എന്തൊക്കെയോ ട്രോമാസ് ഉണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്, എവിടെയൊക്കെയോ നല്ല നിങ്ങൾക്ക് കുറേയധികം ചാൻസസ് ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ട്രോമാസൊക്കെ നമുക്ക് മാച്ച് കഴിഞ്ഞാൽ മാഞ്ഞു പോവാത്ത ഒന്നുമില്ല, എല്ലാം മാഞ്ഞു പോവും. ഓക്കെ, എല്ലാം നമുക്ക് മാച്ച് കളയാമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതി മുക്കാലും നമുക്ക് മാച്ച് കളയാം. ഓക്കെ, പക്ഷേ നിങ്ങളതിൽ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നെയും അതിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പറ്റുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തുള്ള കാര്യങ്ങളാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ കാണിക്കലും നെഗറ്റിവിറ്റീസ് ഒന്നുമില്ല, എല്ലാം നമ്മൾ യൂസ് ചെയ്ത് മാച്ച് കളയും. ഓക്കെ, അപ്പം നെഗറ്റീവ്സൊക്കെ അങ്ങ് പോവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം സ്വന്തമായിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഫയൽ നമുക്ക് മാച്ച് കളയാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, എന്ത് നെഗറ്റിവിറ്റീസ് ആണെന്നുണ്ടെങ്കിലും നമുക്കത് മാച്ച് കളയാം. ഓക്കെ, അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതിന് പുറമേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ട എല്ലാ സോൾസിനും എൻ്റെ പേരിലും, എൻ്റെ ഡിവൈൻ്റെ പേരിലും, എൻ്റെ ഹോൾ യൂണിവേഴ്സ് എലമെൻസിൻ്റെ പേരിലും എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.